നമസ്കാരം. മണിപ്പൂരിലെ അക്രമം സർക്കാരിന് തലവേദനയായി മാറിയിരിക്കുകയാണ്. നാഗ, കുക്കി, മെയ്തേ സമുദായങ്ങൾ തമ്മിൽ 18 മാസത്തോളമായി തർക്കങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു. ജാതി അക്രമങ്ങൾ കാരണം തീവയ്പ്, കലാപം, കൊലപാതകം തുടങ്ങിയ പ്രശ്നങ്ങൾ അവസാനിച്ചിട്ടില്ല. നാഗ പ്രസ്ഥാനം, കുക്കി ലാൻഡ്, മെയ്തേ വംശീയ പ്രസ്ഥാനങ്ങളുടെ ഭൂതകാല കഥകളും ഇതിനു പിന്നിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. മെയ് 3 ഓൾ ട്രൈബൽ സ്റ്റുഡൻസ് യൂണിയൻ മണിപ്പൂർ ട്രൈബൽ യൂണിറ്റി മാർച്ച് നടത്തിയതോടെയാണ് മണിപ്പൂരിലെ ആക്രമങ്ങൾക്ക് ആരംഭം കുറിക്കുന്നത്. ഈ റാലിയിൽ ഗോത്രവർഗക്കാരും ഇതര വിഭാഗക്കാരും തമ്മിൽ സംഘർഷങ്ങളുണ്ടായി. പിന്നീട് ഇത് അക്രമത്തിലേക്ക് വഴിവെച്ചു. തങ്ങൾക്ക് ഗോത്രപദവി നൽകണമെന്ന ആവശ്യത്തിൽ പ്രതിഷേധിച്ചാണ് മെയ്തേ സമുദായം റാലി സംഘടിപ്പിച്ചത്. ഇവർ സംവരണം ആവശ്യപ്പെട്ടതും നാഗ കുക്കികളുടെ എതിർപ്പുമാണ് ഈ അക്രമത്തിന് കാരണമെന്ന് കരുതുന്നു. മെയ്തേ, നാഗ, കുക്കി തുടങ്ങിയ 3 പ്രധാന സമുദായങ്ങളാണ് മണിപ്പൂരിലുള്ളത്. ഇവരിൽ നാഗ, കുക്കി ഗോത്രവർഗ വിഭാഗങ്ങളും ഉൾപ്പെടുന്നുണ്ട്. അതേസമയം മെയ്തികൾ ഗോത്രവർഗക്കാരല്ല. മെയ്തേ കമ്മ്യൂണിറ്റിയിലെ ജനസംഖ്യ 53%-ലധികമാണ്. അവർക്ക് താഴ്വരയിൽ മാത്രമേ താമസിക്കാൻ കഴിയൂ. അതേസമയം നാഗ, കുക്കി സമുദായങ്ങളുടെ ജനസംഖ്യ ഏകദേശം 40%-ആണ്. അവർ മലയോര പ്രദേശങ്ങളിൽ സ്ഥിരതാമസക്കാരാണ്. മണിപ്പൂരിലെ നിയമം അനുസരിച്ച് അതിന് കീഴിൽ ഗോത്രവർഗക്കാരായി ചില പ്രത്യേക വ്യവസ്ഥകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മലയോര മേഖലകളിൽ ആദിവാസികൾക്ക് മാത്രമേ താമസിക്കാൻ കഴിയൂ. മെയ്തേ സമുദായത്തിന് പട്ടികവർഗ പദവി ലഭിക്കുന്നതിനാൽ അവർക്ക് മലയോര മേഖലകളിൽ താമസിക്കാൻ കഴിയുകയില്ല. അതേസമയം നാഗ, കുക്കി തുടങ്ങിയ ആദിവാസി വിഭാഗങ്ങൾക്ക് താഴ്വര പ്രദേശങ്ങളിൽ വേണമെങ്കിൽ താമസിക്കാം. ഇപ്പോൾ മെയ്തികൾക്കും ഗോത്രപദവി ലഭിച്ചാൽ മലയോര മേഖലകളിൽ താമസിക്കാനും സ്ഥിരതാമസമാക്കാനും നിയമപരമായ അനുമതി ലഭിക്കുമെന്ന ആശങ്കയിലാണ് നാഗ, കുക്കി സമൂഹം. ഇത്തരമൊരു സാഹചര്യത്തിൽ തങ്ങളുടെ ഭൂമി നഷ്ടപ്പെടുമോ എന്ന ഭീതിയിലാണിവർ. മണിപ്പൂരിലെ ചരിത്രം പരിശോധിച്ചാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച രാജവംശങ്ങളിൽ ഒന്നായാണ് നിങ്തൗജ രാജവംശം കണക്കാക്കപ്പെടുന്നത്. AD 33 നോക്ടാലാറൻ പഖാഗ്ബ രാജാവാണ് ഇത് സ്ഥാപിച്ചത്. രാജകീയ ചരിത്രകാരനായ ചീതറോൾ കുംഭ നിക്തൗജ രാജവംശത്തിലെ മണിപ്പൂരി രാജാക്കന്മാരുടെ മുഴുവൻ ചരിത്രവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. 18-ാം നൂറ്റാണ്ട് വരെ മണിപ്പൂരിലെ രാജാക്കന്മാരും ജനങ്ങളും സന്നാമഹിസം എന്ന തദ്ദേശീയ വിശ്വാസമാണ് പിന്തുടർന്നിരുന്നത്. 18-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ രാജാവ് ചരേ റോഗ്ബ കുടുംബത്തോടൊപ്പം ഹിന്ദുമതം സ്വീകരിച്ചതായി ചില പണ്ഡിതന്മാർ പറയുന്നു. 1891 ആംഗ്ലോ മണിപ്പൂർ യുദ്ധത്തിന് ശേഷം മണിപ്പൂർ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലുള്ള നാട്ടുരാജ്യമായി. നേരത്തെ മണിപ്പൂർ അറിയപ്പെട്ടിരുന്നത് കാംഗ്ലീപാക് എന്നായിരുന്നു. 1947 മഹാരാജ ബുദ്ധചന്ദ്ര മണിപ്പൂരിനെ ഇന്ത്യയിലേക്ക് ലയിപ്പിക്കുന്നതിനുള്ള ഇൻസ്ട്രുമെന്റ് ഓഫ് അക്സഷൻ ഒപ്പിട്ടു. 1956 കേന്ദ്രഭരണ പ്രദേശമായ മണിപ്പൂരിന് 1972 സമ്പൂർണ്ണ സംസ്ഥാന പദവിയും ലഭിച്ചു. അക്രമാസക്തമായ പ്രതിഷേധങ്ങൾ മണിപ്പൂരിൽ പുതുമയുള്ള കാര്യമല്ല. എന്നാൽ 3 പതിറ്റാണ്ടിനിടെ സംസ്ഥാനത്ത് 2 വംശീയ വിഭാഗങ്ങൾ തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലുകൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വരുന്നത് ഇതാദ്യമായാണ്. മലയോര സമുദായങ്ങളും മെയ്തേ ജനതയും തമ്മിൽ നേരത്തെ തന്നെ വംശീയ സംഘർഷം നിലനിന്നിരുന്നു. അതിനിടെ 1950-കളിൽ നാഗ നാഷണൽ മൂവ്മെന്റ് ഉണ്ടാകുകയും ഒരു സ്വതന്ത്ര നാഗ രാജ്യത്തിനായുള്ള ആവശ്യങ്ങൾക്കുള്ള പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു. ഈ തർക്കം മാസങ്ങൾ നീണ്ടുനിന്ന് സ്ഥിതി കൂടുതൽ രൂക്ഷമാക്കി. മെയ്തേ, കുക്കി, സോമി സമുദായങ്ങൾ നാഗ പ്രസ്ഥാനത്തിനെതിരെ പോരാടുകയായി. നാഷണൽ സോഷ്യലിസ്റ്റ് കൗൺസിൽ ഓഫ് നാഗാലാൻഡ് ആണ് ഏറ്റവും വലിയ നാഗ വിമത സംഘടന. 1990-കളിൽ NSCN-IM സ്വയം നിർണായകാവകാശത്തിനായി മുന്നോട്ട് വന്നപ്പോൾ കുക്കി, സോമി ഗ്രൂപ്പുകൾ സൈനികവൽക്കരിക്കാൻ തുടങ്ങി. കുക്കികൾ കുക്കി ലാൻഡിന് വേണ്ടി സ്വന്തം പ്രസ്ഥാനം ആരംഭിച്ചു. മെയ്തേ ജനതയുടെ സംരക്ഷകനായി കുക്കി പ്രസ്ഥാനം ആരംഭിച്ചെങ്കിലും കുക്കി ലാൻഡിനായുള്ള ആവശ്യം 2 സമുദായങ്ങൾക്കിടയിലും വിള്ളൽ സൃഷ്ടിച്ചു. 1993 നാഗ കുക്കി സംഘർഷത്തിനിടെ നാഗകളുടേതെന്ന് അവർ അവകാശപ്പെടുന്ന പ്രദേശങ്ങളിൽ നാഷണൽ സോഷ്യലിസ്റ്റ് കൗൺസിൽ ഓഫ് നാഗാലാൻഡ് ഇൻ മണിപ്പൂർ കേഡർ ഗ്രാമങ്ങളിൽ നിന്ന് ഗ്രാമങ്ങളിലേക്ക് മാറുകയും അവരെ കുക്കി നിവാസികളിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു. കുക്കി സോമി ജനതയുടെ ആധിപത്യമുള്ള ജില്ലയായ ചുരാചന്ദ്പൂരിലേക്ക് നിരവധി കുട്ടികൾ പലായനം ചെയ്തു. നാഗ, കുക്കി പ്രസ്ഥാനങ്ങൾ മെയ്തേ സമുദായത്തിൽ ദേശീയത പ്രോത്സാഹിപ്പിക്കുകയും താഴ്വരയിൽ നിരവധി ഗ്രൂപ്പുകൾ ഉയർന്നു വരികയും ചെയ്തു. അന്താരാഷ്ട്ര അതിർത്തികളുടെ സാമീപ്യം മണിപ്പൂരിനെ മയക്കുമരുന്ന് കടത്തിനും മറ്റ് അതിർത്തി കടന്നുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങൾക്കും കാരണമാക്കിയിരുന്നു. ഈ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ പ്രദേശത്ത് അക്രമവും സാമൂഹിക അശാന്തിയും പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കൂടുതൽ രാഷ്ട്രീയ പങ്കാളിത്തമോ പ്രത്യേക ഭരണ സംവിധാനമോ വേണമെന്നാണ് നാഗകളും കുക്കികളും ആവശ്യപ്പെടുന്നത്. ഈ ആവശ്യങ്ങൾ പലപ്പോഴും ചരിത്രപരമായ അവകാശവാദങ്ങളിലും സാംസ്കാരിക സ്വത്വങ്ങളിലും വേരൂന്നിയതാണ്.
മണിപ്പൂരിലെ അക്രമത്തിന് പിന്നാലെയാണ് അഫ്സ്പ നടപ്പാക്കിയത്. ഇത് നീക്കം ചെയ്യണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട്. അഫ്സ്പ സുരക്ഷാ സേനയ്ക്ക് പരിധികളില്ലാത്ത അധികാരങ്ങളാണ് സർക്കാർ നൽകുന്നത്. വാറന്റില്ലാതെ ആരെയും അറസ്റ്റ് ചെയ്യാനും ബലപ്രയോഗം നടത്താനോ ആരെയെങ്കിലും വെടിവെക്കാനോ പോലും സുരക്ഷാ സേനയ്ക്ക് കഴിയും. എന്നിരുന്നാലും ബലപ്രയോഗത്തിനും വെടിയുണ്ടകൾക്കും മുമ്പ് ഒരു മുന്നറിയിപ്പ് നൽകേണ്ടത് ആവശ്യമാണ്. സുരക്ഷാ സേനയ്ക്ക് വേണമെങ്കിൽ ആരെ വേണമെങ്കിലും തടഞ്ഞു നിർത്തി അന്വേഷിക്കാം. ഈ നിയമപ്രകാരം ആരുടെയും വീടോ പരിസരമോ പരിശോധിക്കാൻ സുരക്ഷാ സേനയ്ക്ക് അവകാശമുണ്ട്. ഒരു വീട്ടിലോ കെട്ടിടത്തിലോ തീവ്രവാദികളോ അക്രമികളോ ഒളിച്ചിരിക്കുന്നതായി സുരക്ഷാ സേനയ്ക്ക് തോന്നിയാൽ അവർക്ക് അതും തകർക്കാൻ കഴിയും. ഈ നിയമത്തിലെ ഏറ്റവും വലിയ കാര്യം കേന്ദ്ര സർക്കാർ അനുമതി നൽകിയില്ലെങ്കിൽ സുരക്ഷാ സേനയ്ക്കെതിരെ കേസോ നിയമ നടപടിയോ എടുക്കാൻ കഴിയില്ല എന്നതാണ്. അഫ്സ്പയുമായി ബന്ധപ്പെട്ട് മനുഷ്യാവകാശ ലംഘനങ്ങൾ നടന്നതായി ആരോപണങ്ങളുമുണ്ട്. ഈ പ്രവൃത്തിയും പീഡനമായാണ് കാണുന്നത്. എന്തുകൊണ്ടാണ് മണിപ്പൂരിൽ അക്രമം പൊട്ടിപ്പുറപ്പെട്ടതെന്ന് നമുക്ക് നോക്കാം. മണിപ്പൂരിലെ പട്ടികവർഗ ഡിമാൻഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെയ്തൈ സമുദായത്തിന് പട്ടികവർഗ പദവി നൽകണമെന്ന് 2012 മുതൽ തുടർച്ചയായി ആവശ്യം ഉയർന്നിരുന്നു. 1949 മണിപ്പൂർ നാട്ടുരാജ്യത്തെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് മുമ്പും ഒരു ഗോത്രമായി അംഗീകരിച്ചതിന് ശേഷവും മെയ്തൈ സമുദായത്തെ ഒരു ഗോത്രമായി അംഗീകരിച്ചിരുന്നുവെന്ന് മെയ്തൈ ട്രൈബൽ യൂണിയൻ മണിപ്പൂർ ഹൈക്കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്യുകയും വാദിക്കുകയും ചെയ്തു. ഇതിന്റെ ഫലമായി ഈ സമൂഹത്തിന് അതിന്റെ സ്വത്വം തന്നെ നഷ്ടപ്പെടുകയായിരുന്നു. 2023 ഏപ്രിൽ 20 മണിപ്പൂർ ഹൈക്കോടതിയിലെ ഒരു ജഡ്ജി ഷെഡ്യൂൾഡ് ട്രൈബ് ലിസ്റ്റിൽ ഉൾപ്പെടുത്താനുള്ള മെയ്തൈ സമുദായത്തിന്റെ അഭ്യർത്ഥന പരിഗണിക്കാൻ സംസ്ഥാന സർക്കാരിനോട് നിർദ്ദേശിച്ചു. മലയോര മേഖലകളിൽ മെയ്തികൾക്ക് ഭൂമി വാങ്ങാൻ ST പദവി അനുവദിക്കുമെന്ന് കുക്കികൾ ഭയപ്പെട്ടു. ഇതേ തുടർന്ന് സംസ്ഥാന സർക്കാരിന്റെ നടപടികളിൽ പ്രതിഷേധിച്ച് ആദിവാസി സംഘടനകൾ 2023 ഏപ്രിൽ 28 സമ്പൂർണ്ണ ബന്ദിന് ആഹ്വാനം ചെയ്യുകയായിരുന്നു. നേരത്തെ 2023 ഫെബ്രുവരിയിൽ സംരക്ഷിത വനഭൂമി കയ്യേറിയെന്ന് അവകാശപ്പെട്ട് മണിപ്പൂർ സർക്കാർ 16 കുക്കി ആദിവാസി കുടുംബങ്ങളുടെ ഒരു ചെറിയ കുടിയേറ്റം ഒഴിപ്പിച്ചിരുന്നു. എന്നാൽ കുടിയൊഴിപ്പിക്കൽ നടപടി നിയമാനുസൃത താമസക്കാരെ ലക്ഷ്യമിട്ടാണെന്ന് പറഞ്ഞ് ആദിവാസി സംഘടനകൾ പ്രതിഷേധിച്ചു. 2023 മാർച്ച് 10 വനം കയ്യേറ്റക്കാർക്കിടയിൽ പ്രക്ഷോഭം ഉണർത്തുന്നതിൽ പങ്കാളിയായതിന്റെ പേരിൽ കുക്കി നാഷണൽ ആർമി, ജോമി റവല്യൂഷണറി ആർമി എന്നിവയുമായുള്ള സസ്പെൻഷൻ ഓഫ് ഓപ്പറേഷൻസ് കരാറിൽ നിന്ന് പിന്മാറാൻ മണിപ്പൂർ സർക്കാർ തീരുമാനിച്ചു. മുഖ്യമന്ത്രി ബിരേൻ സിംഗ് തുടരണമെന്നാണ് മെയ്തൈ സമൂഹം ആഗ്രഹിക്കുന്നത്. എന്നാൽ ബിരേൻ സിംഗ് മുഖ്യമന്ത്രി പദത്തിൽ നിന്നും രാജിവെക്കണമെന്നാണ് കുക്കിയുടെ ആവശ്യം. ഈ വിഷയം മൂലം സംസ്ഥാനത്ത് ഗുരുതരമായ ക്രമസമാധാന പ്രതിസന്ധി ഉടലെടുത്തിട്ടുണ്ട്. മുഖ്യമന്ത്രി ബിരേൻ സിംഗിന്റെ രാജിയും രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തലും തങ്ങളുടെ സർക്കാരിന് സാഹചര്യം കൈകാര്യം ചെയ്യാൻ ശേഷിയില്ല എന്നതിന്റെ തെളിവായി കാണപ്പെടുമെന്ന് ഭരണകക്ഷിയും കരുതുന്നു. മെയ്തൈ, നാഗ, കുക്കി, മറ്റ് ഗോത്രങ്ങൾ എന്നിവർക്കിടയിൽ നിലനിൽക്കുന്ന സംഘർഷങ്ങൾ എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു പരിഹാരം കണ്ടെത്തുന്നത് വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്.